നമസ്കാരം. ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ രാജാക്കന്മാരാണ് ഹീറോ. എന്നാൽ സ്കൂട്ടർ സെഗ്മെന്റിൽ, പ്രത്യേകിച്ച് ഗിയർലെസ് സ്കൂട്ടർ സെഗ്മെന്റിൽ നല്ലൊരു പേരെടുക്കാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഹോണ്ടയുടെ ആക്റ്റീവയും ഡിയോയും ടി വി എസിൻ്റെ ജൂപ്പിറ്ററും ഒക്കെ അരങ്ങുവാണപ്പോൾ ഹീറോയ്ക്ക് അതിനൊപ്പം പിടിച്ചു നിൽക്കാനായില്ല. ഇനി രണ്ടാമനെന്ന പേരെങ്കിലും നിലനിർത്താമെന്ന് വെച്ചാൽ ടി വി എസും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി വി എസും സുസുക്കിയും ഈ ഒരു സ്ഥാനം വിട്ടുകൊടുക്കുന്നുമില്ല. പണ്ട് മുതലേ മോശമല്ലാത്ത സ്കൂട്ടറുകൾ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും അതിശക്തമായ വിൽപ്പന പിടിക്കാനാകുന്ന തരത്തിലുള്ള സ്കൂട്ടറൊന്നും ഹീറോ പണിതിറക്കിയിരുന്നില്ല. മാസ്ട്രോ, പ്ലഷർ പോലുള്ള തട്ടുപൊളിപ്പൻ മോഡലുകൾ വേണ്ടവിധം തിളങ്ങാതെ പോയതും ഹീറോയ്ക്ക് കാണുന്ന തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. എന്നാൽ പോയ വർഷം തുടക്കത്തിൽ സ്പോർട്ടി ഡിസൈനും മികച്ച ഫീച്ചറുകളുമായി സൂം 110 എന്നൊരു മിടുക്കനെ കമ്പനി അവതരിപ്പിക്കുകയുണ്ടായി. സ്റ്റൈലിന് കാര്യമായ പ്രാധാന്യം നൽകാതെയുള്ള ഫാമിലി സ്കൂട്ടറുകൾ അരങ്ങുവാഴുന്ന വിഭാഗത്തിലേക്കാണ് ആധുനികനായി സൂം കടന്നു വരുന്നത്. ഷോറൂമിൽ എത്തുന്നവരെല്ലാം ഈ ഒരു 110cc മോഡലിൽ കണ്ണുവയ്ക്കാനും ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തരക്കേടില്ലാത്ത തരത്തിൽ വിൽപ്പന പിടിക്കാനും ഹീറോ മോട്ടോർ കോർപ്പിന് സാധിച്ചിട്ടുണ്ട്. LX, VX, ZX എന്നിങ്ങനെ വ്യത്യസ്തമായ 3 വേരിയന്റുകളിലാണ് പുതിയ ഹീറോ സൂം എതിരാളികളെ ഞെട്ടിച്ച് മുന്നേറുന്നത്. ഇതിനിടയിൽ പുതുമ നിലനിർത്താനായി ഒരു പുതിയ കോമ്പാറ്റ് എഡിഷൻ മോഡലിനെയും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പ്രാഥമികമായി കോസ്മെറ്റിക് പരിഷ്കാരങ്ങളുമായാകും ഇത് വരിക. ടോപ്പ് സ്പെക് ZX വേരിയന്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും 110cc സ്കൂട്ടറിനെ കമ്പനി വിപണിയിൽ അവതരിപ്പിക്കുക. സൂം കോമ്പാറ്റ് എഡിഷൻ പുതിയ സിൽവർ ഗ്രേ കളർ ഓപ്ഷനിലാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. യുദ്ധവിമാനങ്ങളിൽ സാധാരണയായി കാണുന്ന നിറത്തിന് സമാനമാണിത്. സ്പോർട്ടിനെസ് വർദ്ധിപ്പിക്കുന്നതിനായി അങ്കിങ്ങായി ബ്ലാക്ക് ഷെയ്ഡും കാണാൻ സാധിക്കുന്നതാണ്. എപ്രോണിലും അതുപോലെ തന്നെ സൈഡ് പാനലുകളിലും സ്ഥാപിച്ചിരുന്ന നിയോൺ യെല്ലോ ഡെക്കലുകളാണ് മറ്റൊരു ഫേവററ്റായി ഉള്ളത്. ഇവയും യുദ്ധവിമാനങ്ങളിൽ കാണുന്ന വിവിധ നമ്പറിങ്ങുകളിൽ നിന്നും മറ്റ് അടയാളങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തിരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ അനുസരിച്ച ബ്ലാക്ക്, പോൾസ്റ്റർ ബ്ലൂ, പേൾ സിൽവർ, വൈറ്റ്, മാറ്റ്, അബ്രാക്കസ്, ഓറഞ്ച് എന്നീ മറ്റ് നിറങ്ങളിലും ഈ സ്കൂട്ടർ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഫീച്ചറുകളുടെ കാര്യത്തിൽ ഹീറോ സൂം കോമ്പാറ്റ് എഡിഷനും ടോപ്പ് സ്പെക് ZX വേരിയൻറ്റിന് സമാനമാണ്. ഷാർപ്പ് ഫ്രണ്ട് ഏപ്രോൺ, എയറോഡൈനാമിക് സൈഡ് പാനലുകൾ, സ്റ്റൈലിഷ് റിയർ വ്യൂ മിററുകൾ, ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ, സിംഗിൾ പീസ് ഷീറ്റ, ചങ്കി എക്സോസ്റ്റ് എന്നിവയുള്ള സ്പോർട്ടി പ്രൊഫൈലാണ് ഇതിലുള്ളത്. മുന്നിലും പിന്നിലും ആകൃതിയിലുള്ള ലൈറ്റിംഗ് ഘടകങ്ങൾ, വലുതും വീതിയുള്ളതുമായ പിൻ ടയർ എന്നിവയെല്ലാം തന്നെ സ്കൂട്ടറിൻ്റെ സ്പോർട്ടി ശൈലിയെ പൂരകമാക്കുന്നുണ്ട്. കോർണർ ബെൻഡിങ് ലൈറ്റുകൾ പോലുള്ള സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറുകളും ഈ ഒരു സൂമിനുണ്ട്. വലുതും ചെറുതുമായ പിൻ ടയർ റൈഡിങ്ങിൽ മികച്ച കോൺഫിഡൻസും നൽകാൻ സഹായിക്കുന്ന കാര്യമാണ്. അങ്ങനെ യൂത്തിനെ ആകർഷിക്കാനുള്ള ഒരുപാട് ഫീച്ചറുകളുമായിട്ടാണ് വാഹനം ഒരുങ്ങിയിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള സവിശേഷതകളാൽ സമ്പന്നമായ പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് മറ്റൊരു പ്രത്യേകത. സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്താൽ SMS അലേർട്ടുകളും നോട്ടിഫിക്കേഷനുകളും എല്ലാം തന്നെ ഇതിലൂടെ ആക്സസ് ചെയ്യാനാകുന്നതാണ്. ലൈവ് മെസ്സേജ് ഇൻഡിക്കേറ്ററും ലോ ഫ്യൂൾ ഇൻഡിക്കേറ്ററും ഈ ഒരു ക്ലസ്റ്ററിനുണ്ട്. ഗ്ലോ ബോക്സിനൊപ്പം USB ചാർജറും ബൂട്ട് ലൈറ്റുമാണ് 110cc സ്കൂട്ടറിലെ മറ്റ് പ്രധാന സവിശേഷതകൾ. 8.05 bhp പവറിൽ പരമാവധി 870 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 110.9cc എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു ഹീറോയുടെ സൂം കോമ്പാറ്റ് എഡിഷനും തുടിപ്പേകാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു ഹീറോയുടെ സൂം ഹോണ്ടയും യമഹയും എല്ലാം മലർത്തിയടിക്കുമോ, ആക്റ്റീവയും ഡിയോയും എല്ലാം അപ്രത്യക്ഷമാകുമോ, ഇനി ഈ ഒരു സൂം മോഡൽ തരംഗമാകുമോ, എല്ലാം തന്നെ കാത്തിരുന്ന് തന്നെ കാണാം.